പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും അടുത്തിരിക്കുന്നുണ്ട്. അച്ഛനാണ് സംസാരിച്ചു തുടങ്ങിയത്. മോളെ, നിന്നോട് ഇതുവരെ ഞങ്ങൾ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. എൻ്റെ കുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ ഞങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല. നിനക്ക് അവൻ ജീവനായത് കൊണ്ടാണല്ലോ നീ നിൻ്റെ ജീവൻ തന്നെ കളയാൻ നോക്കിയത്. അതിന് ആരും ഇവിടെ തടസ്സം നിൽക്കുന്നില്ല. നിൻ്റെ സന്തോഷം ആണ് ഞങ്ങളുടേതും. അടുത്ത ആഴ്ച തന്നെ നമുക്കത് നടത്താം. ഇനിയിപ്പോൾ ജാതകം നോക്കലും നിശ്ചയവും ഒന്നും വേണ്ട. ഇനിയെങ്കിലും എൻ്റെ കുട്ടി പഴയതുപോലെ കളിച്ചു ചിരിച്ചു നടക്ക്. ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു കുറേ നേരം കരഞ്ഞു. വിഷ്ണുവേട്ടന് എന്നെ ഇഷ്ടമാണോ അച്ഛാ? അവസാനം ഞാൻ മെല്ലെ ചോദിച്ചു. അതൊന്നും അറിയില്ല എൻ്റെ കുട്ടിയെ. എൻ്റെ കുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കരുത് എന്ന് അവൻ്റെ അച്ഛനോടും അമ്മയോടും അച്ഛൻ കരഞ്ഞു പറഞ്ഞു. അവർ എതിരൊന്നും പറഞ്ഞില്ല. ഒരാഴ്ചത്തെ ഗ്യാപ്പെങ്കിലും വേണമെന്ന് പറഞ്ഞു. വേറൊന്നും ഞാൻ തിരക്കാൻ പോയില്ല. അരുണേട്ടൻ വന്ന് എന്നെ പിടിച്ചു വലിച്ചു താഴേക്ക് കൊണ്ടുപോയി. അടുത്ത ആഴ്ച കല്യാണം നടക്കേണ്ട വീടാ. എന്തൊക്കെ പണികൾ ചെയ്തു തീർക്കാനുണ്ട്. ഇനി റൂമിൽ അടയിരുന്നാൽ നല്ല പട കിട്ടും കേട്ടോ. എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. പക്ഷേ എൻ്റെ മനസ്സ് വെന്തുരുകാൻ തുടങ്ങി. വിഷ്ണുവേട്ടന് എന്നെ ഇഷ്ടമായി കാണുമോ? അന്ന് ഫോട്ടോയിൽ അയച്ച കുട്ടി നല്ല സുന്ദരിയായിരുന്നു. ഞാൻ കാരണം ആ കല്യാണം മുടങ്ങിയല്ലോ. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണോ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടാവുക? 100 കൂട്ടം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്നെ വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങി. അവസാനം വിഷ്ണുവേട്ടനെ ഫോൺ വിളിക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. പക്ഷേ റിംഗ് ചെയ്യുക എന്നല്ലാതെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. കല്യാണ തലേ ദിവസം വരെയും ഞാൻ വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എടുത്തില്ല. ആൾക്ക് എന്നോട് ഇഷ്ടക്കേട് ഉള്ളതുകൊണ്ടല്ലേ ഫോൺ എടുക്കാത്തത്? എനിക്കാകെ സങ്കടമായി. കല്യാണ പന്തലിലേക്ക് നവവധുവായി കയറുമ്പോൾ മനസ്സാകെ ഘനീഭവിച്ചിരുന്നു. ഇഷ്ടമില്ലാത്ത ഒരാളുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറുകയാണോ എന്നൊരു തോന്നൽ. ദൂരെ നിന്നും വിഷ്ണുവേട്ടനെ ഒരു നോക്ക് കണ്ടു. കൂടുതൽ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. കുറ്റബോധം കൊണ്ട് എൻ്റെ തല താഴ്ന്നു. പക്കമേളത്തിൻ്റെ അകമ്പടിയോടെ വിഷ്ണുവേട്ടൻ എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയപ്പോഴും ആ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വിഷ്ണുവേട്ടനും എന്നോട് ഒന്നും മിണ്ടിയില്ല. കല്യാണ ചെക്കൻ്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് കാൽനടയായി നടക്കുമ്പോഴും ഞങ്ങൾക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. അവിടുത്തെ റിസപ്ഷനും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ 3 അംഗ കുടുംബത്തിലെ പുതിയ അതിഥിയായി ഞാനും അവിടെ അവശേഷിച്ചിരുന്നു. പരിചയമില്ലാത്ത വീടല്ല, എങ്കിലും എവിടെയൊക്കെയോ ഒരു അപരിചിത്വം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഏട്ടൻ്റെ അമ്മ എല്ലാം കാണിച്ചു തന്നു, കൂടെ തന്നെയുണ്ട്. എങ്കിലും പ്രതീക്ഷിക്കുന്ന ആളുടെ അവഗണന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കയ്യിൽ ഒരു പാൽ ഗ്ലാസുമായി അമ്മ എന്നെ റൂമിലേക്ക് പറഞ്ഞയച്ചു. ഓരോ സെക്കൻഡുകൾക്കും വല്ലാത്തൊരു ഭീകരത. എൻ്റെ ചെറിയ ബുദ്ധിമോശമാണ് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചത്. മരണം വരെ ജീവിതം പങ്കിടേണ്ട പാതിയുടെ മനസ്സിൽ എന്താണെന്ന് പോലും അറിയാതെ കണ്ണുനീർ തുള്ളികൾ എൻ്റെ കവിളിനെ ചുട്ടുപൊള്ളിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിഷ്ണുവേട്ടൻ റൂമിലേക്ക് വന്നു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. ആ കെട്ടിലമ്മ ഇതുവരെയായും ഉറങ്ങിയില്ലേ? വിഷ്ണുവേട്ടൻ്റെ പരിഹാസ വാക്കുകളിൽ ഞാൻ വെന്തുരുകി. മാഡം, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യണേ, ഞാനിന്ന് ഫ്രഷായി വരാം. മാഡത്തിൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരിക്കുമല്ലോ നമ്മുടെ ആദ്യ രാത്രി. അതെന്തായാലും കെങ്കേമമാക്കാം. ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വീണ്ടും ഞരമ്പ് മുറിച്ചാലോ? വിഷ്ണുവേട്ടൻ ബാത്റൂമിൽ കയറുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒരു പ്രതിമ പോലെ ഒരേ നിൽപ്പ് നിൽക്കുകയായിരുന്നു ഞാൻ. കണ്ണീർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രതിമയായിരുന്നു എന്ന് മാത്രം. മാഡം ഇരിക്കുന്നില്ലേ? കാര്യപരിപാടിയിലേക്ക് കിടക്കണ്ടേ നമുക്ക്? കൂടുതൽ കേട്ടു നിൽക്കാൻ ത്രാണിയില്ലാതെ വിഷ്ണുവേട്ടൻ്റെ കാലുകളിലേക്ക് ഊർന്നു വീണിരുന്നു ഞാൻ. വിഷ്ണുവേട്ടാ, മാപ്പ് മാപ്പ്. പൊട്ടിക്കരച്ചിലിനിടയിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് വിഷ്ണുവേട്ടൻ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചതും എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞതും പെട്ടെന്നായിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം മൂർധാവിൽ നനുത്തൊരുമ്മ നൽകിക്കൊണ്ട് വിഷ്ണുവേട്ടൻ പറഞ്ഞു, ഇത്രയെങ്കിലും നിന്നെ ഞാൻ സങ്കടപ്പെടുത്തിയില്ലെങ്കിൽ ആ 3 ദിവസം നിന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി ഐസിയുവിന് മുന്നിൽ ചത്ത മനസ്സുമായി നിന്ന എൻ്റെ കണ്ണുനീരിന് ഒരു വിലയും ഇല്ലാതാവില്ലേടി. ഞാൻ അത്ഭുതത്തോടെ വിഷ്ണുവേട്ടനെ തുറച്ചു നോക്കി.
തുറിച്ചു നോക്കണ്ട ഉണ്ടക്കണ്ണി, നീ എൻ്റെ ജീവനാടി. നീ അന്ന് മരിച്ചിരുന്നെങ്കിൽ പിന്നാലെ ഞാനും വരുമായിരുന്നു നിൻ്റെ അടുത്തേക്ക്. അത്രേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. ഞാൻ വിശ്വാസം വരാതെ വീണ്ടും ഏട്ടനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, അപ്പോൾ പിന്നെ എന്തേ അന്ന് എനിക്ക് അങ്ങനെ ഒരു ഫോട്ടോ അയച്ചു തന്നത്? അത് നിൻ്റെ വായ കൊണ്ട് തന്നെ എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ. പക്ഷേ നീ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ തമാശയ്ക്ക് പോലും ഓർത്തില്ല. ഞാൻ വിഷ്ണുവേട്ടനെ വീണ്ടും കൗതുകത്തോടെ നോക്കിയിരുന്നു. വിഷ്ണുവേട്ടൻ എന്നെ നെഞ്ചോട് ചേർത്തിരുത്തി. നീ എൻ്റെ പ്രാണനാണ് പെണ്ണെ. നിനക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നതിന് മുന്നേ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയിരുന്നു. എന്നെ കാണിക്കാൻ വേണ്ടി ജനലിൻ്റെ അവിടെ നിൽക്കുന്നതും എൻ്റെ ബൈക്കിൻ്റെ ഹോണടി കേൾക്കുമ്പോൾ റൂമിൽ ഓടി വരുന്നതും എൻ്റെ പാട്ടിനായി രാവിലെ കാതോർത്തിരിക്കുന്നതും ഒക്കെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. എന്തോ നിൻ്റെ വായ കൊണ്ട് തന്നെ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് കേൾക്കണം എന്നൊരാഗ്രഹം. നീ കോഴ്സ് കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും ഈ ഒളിച്ച് നാടകം കളിക്കാൻ താല്പര്യമില്ലായിരുന്നു. രണ്ടു വീട്ടിലും അറിയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിൻ്റെ ഇഷ്ടം അറിയണ്ടേ? അതുകൊണ്ടാ അന്ന് വനിതാ മാസികയിൽ വന്ന ഒരു മോഡലിൻ്റെ ഫോട്ടോ നിനക്ക് അയച്ചു തന്നത്. എൻ്റെ കല്യാണമാണെന്ന് അറിയുമ്പോഴെങ്കിലും നീ മനസ്സ് തുറക്കുമല്ലോ എന്ന് കരുതി. പക്ഷേ എൻ്റെ മോളെ, നീ എന്നെ ജീവനോടെ ഇല്ലാതാക്കിയല്ലോ. 3 ദിവസം നീ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ അനുഭവിച്ച നീറ്റൽ, എല്ലാവരും കുറ്റക്കാരനെ പോലെ എന്നെ നോക്കുമ്പോൾ എൻ്റെ ഈ കുറച്ച് ദിവസത്തെ അവഗണന ഒന്നും അതിന് പകരമാവില്ല കേട്ടോ. എന്നാലും എൻ്റെ പെണ്ണിങ്ങനെ നെഞ്ചു പൊട്ടി കരയുന്നത് കാണാനുള്ള കെൽപ്പ് ഈ നെഞ്ചിനില്ലടി. ഇതിൽ മുഴുവൻ നിന്നോടുള്ള സ്നേഹം മാത്രമാണ്. മരണം വരെ അതവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഒരുപാട് രാത്രികളിൽ കേൾക്കാൻ കൊതിച്ച ആ വാക്കുകൾ പ്രിയപ്പെട്ടവനിൽ നിന്ന് കേട്ടു. ഒരുപാട് പ്രണയത്തോടെ ആ നെഞ്ചോരം തല ചേർത്ത് കിടക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വർഗത്തിൽ അലിയുകയായിരുന്നു.